ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിക്കി ബ്ലോഗ്സ്. അങ്ങനെ നമ്മളുടെ 600 ലെവലിൽ നിന്ന് 666 ലെവൽ പ്ലസ് ആയിരിക്കുന്നു. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വി ആർ ഗോയിങ് ടു സെക്കൻഡ് സീ 700 പ്ലസ് ലെവൽ. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലാണ് നമ്മൾ ന്യൂ ഡിസ്പ്ലേ നെയിമും ഇടാൻ പോകുന്നത്. നമ്മുടെ അവതാർ അല്ല നമ്മുടെ ഗെയിമിൻ്റെ ഡിസ്പ്ലേ നെയിമിൽ നമ്മൾ പുതിയ നെയിം കൊണ്ടുവരാൻ പോകുന്നു. ആ നെയിം നിങ്ങളെല്ലാവരും തമ്മിൽ കണ്ടിട്ടുണ്ടാവും. സോ ലെറ്റ്സ് ഗോ ടു 666 ലെവൽ പ്ലസ് അല്ല, 666 ആണ്. സോ നമുക്കതിന് 700 ആക്കാം ഇനി. സോ നമുക്ക് ലെവലപ്പ് ചെയ്യാം ഇപ്പോൾ. ലെറ്റ്സ് ഗോ. പിന്നെ നമ്മുടെ വാട്ടർ കുൻഫു ഒക്കെ ഉണ്ട്. വാട്ടർ കുൻഫുവിൻ്റെ ഫസ്റ്റ് മൂവ് എനിക്ക് അൺലോക്ക് ആയിരുന്നു. ഞാൻ ഇവിടെ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോ ഞാൻ 699 ആയിട്ട് കാണാം. പിന്നെ ഞാൻ ഓഫ്ലൈൻ ആയിരുന്ന സമയത്ത് ഞാനൊന്ന് റോൾ ചെയ്തു. ആ സമയത്ത് എനിക്ക് വീണ്ടും ഒരു ഗാച്ച എഗും പിന്നെ ഒരു ബ്ലേഡ് ഫ്രൂട്ടും കിട്ടി. എന്നിട്ട് ആ ബ്ലേഡ് ഫ്രൂട്ട് ഞാൻ അവിടെയുള്ളൊരു ബാക്കൺ ഉണ്ടായിരുന്നു. ആ പ്ലീസ് ഫ്രൂട്ട് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ആ ഫ്രൂട്ട് ഡ്രോപ്പ് ചെയ്ത് ആ സമയത്തേക്കും വേറെ ഒരുത്തനും വന്ന് റോൾ ചെയ്തിട്ട് അവൻ്റെ ഉണ്ടായിരുന്ന സാൻഡ് ഫ്രൂട്ട് അവന് കൊടുത്ത്. സോ നമുക്ക് എന്നിട്ടാണ് ഞാൻ അതിൻ്റെ അകത്തുനിന്നും കിട്ടിയ കുറച്ചുകൂടെ ക്യാൻഡി ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ EXP വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ലെവലപ്പ് ചെയ്യുന്നത്. ഇവിടെ എഗ്ഗ് ഉണ്ട്. ഈ എഗ്ഗൊക്കെ ഞാനിപ്പോൾ എടുക്കാറില്ല, ബിക്കോസ് വി ആർ നോ റിച്ച്. എൻ്റെ 1000+ എഗ്ഗ് ഉണ്ടായിരുന്നു. നമ്മുടെ മറ്റേ ബാക്ക്ഗ്രൗണ്ട് അറിയാമല്ലോ, ആ 1000 എങ്ങാണ്ടും ഇത് ആയിരുന്നു അതിനന്നേരം. അങ്ങനെയാണ് എൻ്റെ അതിൻ്റെ അകത്ത് കുറേയൊക്കെ തീർന്നു പോയത്. അല്ലായിരുന്നു നമുക്ക് ഇപ്പോഴും ഇതൊന്നും കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഇപ്പം തന്നെ നിറച്ച എഗ്ഗായിരുന്നു. മറ്റേ റിട്ടേൺ എഗ്ഗും ഡെലിവറി എഗ്ഗ് എനിക്ക് അടുപ്പിച്ച് 2 എണ്ണം കിട്ടി. 62 ഒരു ക്വസ്റ്റ് കൊണ്ട് എനിക്ക് 62 ആകാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ 12 മിനിറ്റിൻ്റെ അകത്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ 9ാമത്തെ മിനിറ്റായി. കാരണം ഇടയ്ക്ക് വെച്ച് എൻ്റെ സർവർ ലാഗടിച്ച് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അനങ്ങളില്ല, അവരും അനങ്ങളില്ല. അവിടെ നിന്നടുത്ത് തന്നെ നിൽക്കരുത്. അങ്ങനെ കുറച്ച് ഇത് പോയി എൻ്റെ. സോ ലെവലപ്പിംഗ് ഈസ് ഗെറ്റിംഗ് ടു ബോർ. ഞാൻ എന്തായാലും കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കും. കയറിക്കഴിഞ്ഞാൽ പിന്നെ ലെവലപ്പ് ആയിരിക്കില്ല. എൻ്റെ ലൈറ്റ് അവേക്കൻ ചെയ്യാൻ എൻ്റെ ഫ്രണ്ട് ഹെൽപ്പ് ചെയ്യും. RYUINCL348 എന്നാണ് അവൻ്റെ അക്കൗണ്ടിൻ്റെ പേര്. അവൻ ഹെൽപ്പ് ചെയ്യും. അവൻ എൻ്റെ പഴയ അക്കൗണ്ടും ഞാനും പണ്ട് ഒരുമിച്ച് കളിച്ചിട്ടിരുന്നതാണ്. ആൻഡ് അവൻ 2000+ ലെവലാണ്. അവനും ബുദ്ധയാണ്. ഗൂൾ V3 ആണ്, V4 അല്ല, V3 ഇതുവരെ V4 അല്ല അവൻ്റെ കയ്യിൽ. V3 ഉള്ളു. സോ അവൻ എന്നെ ഹെൽപ്പ് ചെയ്യും. സോ നമുക്ക് അപ്പോഴത്തേക്കും ഇന്ന് എന്തായാലും നടക്കുമെന്നറിയില്ല. ഫസ്റ്റ് എബിലിറ്റി എങ്കിലും അവേക്കൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. മറ്റേ ഡിവൈൻ എബിലിറ്റി ഉണ്ടല്ലോ, അത് അവേക്കൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സോ ഞാൻ കുറച്ചും കൂടെ ലെവലപ്പൊക്കെ ചെയ്ത് സെറ്റായിട്ട് കാണാം. ഗൈസ്, പിന്നെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഈ പുതിയ റോബ്ലോക്സിൻ്റെ ചാറ്റ് വെരിഫിക്കേഷൻ സിസ്റ്റം ഇഷ്ടമായോ എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, കാരണം ഇപ്പോൾ ചാറ്റ് വെരിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് ട്രേഡിങ്ങിനൊക്കെ ഈ ബ്ലോക്ക് ഫ്രൂട്ടിൻ്റെ അകത്ത് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് എല്ലാവരുടെ അടുത്തും ചാറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ എൻ്റെ ചാറ്റ് ബോക്സിൻ്റെ അകത്ത് കുറച്ചൊരു മെസ്സേജ്, അവരുടെയൊക്കെ എൻ്റെ ഏജ് ഗ്രൂപ്പ് സെയിം ആണ്. എൻ്റെ ഏജ് ഗ്രൂപ്പ് 13 to 15 ആണെന്ന് തോന്നണേ. ഞാൻ പക്ഷേ ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ 9 to 12 വരെ. സോ നമുക്കിനി 5 ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ സൈബോർഗിൻ്റെ ക്വസ്റ്റ്, ഇവിടുത്തെ ലാസ്റ്റ് ബോസും ലാസ്റ്റ് ലാൻഡിലെ ലാസ്റ്റ് ക്വസ്റ്റുമാണ് സൈബോർഗ്. ഫസ്റ്റ് സീലെ ലാസ്റ്റ് ക്വസ്റ്റ്, അതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സെക്കൻഡ് സീൽ. പിന്നെ ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ ഒരു അവതാറിൻ്റെ കാര്യം, സെക്കൻഡ് സീൽ. ആ അവതാർ ഇനി കിട്ടത്തില്ല, ബിക്കോസ് ദാറ്റ് വാസ് ആൻ ഈവൻ്റ് അവതാർ. ആ ഈവൻ്റ് പോയപ്പോൾ എൻ്റെ അവതാറും പോയി. അടിപൊളി അവതാരമായിരുന്നു. മറ്റേ കോൺകേവ് വേൾഡ് എന്ന് പറഞ്ഞൊരു ഇതിൻ്റെ അടുത്ത് ഒരു കക്കാശിയുടെ ഒക്കെ പോലത്തെ ഒരു അവതാറുണ്ടായിരുന്നു. ആ അവതാരമായിരുന്നു അതും. പിന്നെ അതിൻ്റെ അകത്ത് ആക്സസറീസ് ഇപ്പോഴും കിട്ടും. മറ്റേ ഒരു
റെഡ് കളറിലെ മൂണിൻ്റെ സംഭവം ബാക്കിൽ വെച്ചിരിക്കണത് അത് നമുക്ക് വേണേൽ ഒപ്പിക്കാം. ഞാൻ ഇന്ന് പക്ഷേ ഉണ്ടല്ലോടാ, അത് ആ ഗെയിമിൻ്റെ അകത്ത് നിന്ന് റിമൂവ് ആക്കിയിട്ടില്ല. ഞാൻ 50 റോബോട്ട്സിനെ കളക്ട് ചെയ്തേച്ചും കൊണ്ട് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്ത്. അന്നേരമാണ് എൻ്റെ റോബോട്ട്സും പോയി. അന്നേരമാണ് ഞാൻ എന്താണ് ഗൂഗിളിനോട് ചോദിച്ചപ്പോൾ പറയണത് അതെനിക്ക് കിട്ടത്തില്ലെന്ന്. അല്ലാതെ എനിക്ക് ആ ആക്സസറീസ് എങ്കിലും എടുക്കായിരുന്നു. ഒരു എന്താണ് ബാക്കിൽ വെക്കണ ഒരു മൂണിൻ്റെ ഒരു റെഡ് കളർ മൂൺ ആക്സസറീസ് ആണ്. എല്ലാവരുടെയും കാണും കേട്ടോ ചിലപ്പോൾ. ഞാൻ നമുക്ക് റോൾ ചെയ്യാം. ഹെഡ്സെറ്റ് ഞാൻ ഇങ്ങനെ നോർമൽ ഹെഡ്സെറ്റാണ്, എനിക്കത് ഹെഡ്ഫോൺ ആക്കിയാൽ കൊള്ളുന്നുണ്ട്, അതുകൊണ്ടൊരു കുറച്ചുകൾ എടുക്കും. ഓ ഡാർക്കിൻ്റെ ഉണ്ടാ അവിടെ ഗാച്ചയൊക്കെ ഉണ്ടോ നിങ്ങൾ? ഡാർക്ക് ഉണ്ടോ? ഡാർക്കില്ല, സ്റ്റോർ ആയിട്ടുണ്ട്. സോ ട്രഷറിൽ മാഗ്മയാണ് ഇപ്പോൾ ഉള്ള ബെസ്റ്റ്. നേരത്തെ ഐസ് ഡയമണ്ട് ഇതായിരുന്നു നമ്മൾ ഗീവ് അവേക്ക് വെച്ചേച്ചത്. ഗീവ് അവേ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കേട്ടിട്ടുള്ളതെന്നൊക്കെ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഡാർക്ക് മാഗ്മ നമുക്ക് കൊടുക്കാം. ഗൈസ് എൻ്റെ കയ്യിൽ കുറച്ച് കോമൺ സ്ക്രോൾ ഇരിപ്പുണ്ട്, അത് വെച്ച് നമുക്ക് നമ്മുടെ സേബറിന് ഒന്ന് നല്ല ഒരു റോള് 3 തീർത്തേക്കാം. ഫസ്റ്റത്തേൽ തന്നെ നല്ലത് കിട്ടിയാലും ഈ ഗ്യാസ് യൂസറിനൊക്കെ എന്താ എന്നാ കിട്ടി? ബീസ്റ്റ് ഇതെന്താ ഷിപ്പോണോ? ഇൻക്രീസ്ഡ് ഡാമേജ് ഡീൽ ടു ബീസ്റ്റ് ഫ്രൂട്ട് യൂസർ ബൈ 3. റീജൈൻ 6% ഓഫ് ഡാമേജ് ഡീൽ ആസ് എനർജി. റീറോൾ അടിക്കാം. അതായത് ഏഞ്ചൽ റൈസ് ആണല്ലോ. ബാക്ക് ഏഞ്ചൽ V3 ആണ്, എന്നിട്ടാണ് അവൻ വന്ന് എന്നെ അടിച്ചത്. റീറോള് കോമൺ കൺഫേം. നല്ലത് വല്ലതും തായോ, നല്ലത് വല്ലതും പോരെ. ഡെഡ്ലി ഇൻക്രീസ് ഡാമേജ് ഡീൽ ടു പ്ലെയർ ബൈ 2. ഇൻക്രീസ് XP ഫ്രം NPC ബൈ 30. പോയേക്കാം. ഇതും വെച്ച് ഗ്രൈൻഡ് ചെയ്യുന്നു. ഇതൊക്കെ മതി. നമുക്ക് എൻ്റെ ഫിഷിംഗ് റോഡും കൂടെ ചെയ്തിട്ടുള്ളൂ. റീറോള് 4 ഉണ്ടായിരുന്നു, അല്ല 5 ഉണ്ടായിരുന്നു. ശരി, വെയിറ്റ് 2%. റീൽ ബൂസ്റ്റ് സ്കില്ലും കിട്ടി. ബൈ ക്ലോസ്. പിന്നെ നിങ്ങളെല്ലാവരും മറ്റേ ലക്കി മാക്സർ ഇവൻ്റ് ഇന്നലെ രാത്രി കളിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കളിച്ചിട്ടില്ല. ഞാൻ രാവിലെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ലക്കി മാക്സർ നിൽക്കാം. ഞാൻ യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോഴാണ് ഇവൻ്റ് നടന്നെന്നൊക്കെ അറിയുന്നത്. EXP ഇല്ല. ഏതൊക്കെയാണ് വാട്ടർ ഇടുന്നാണെന്ന് മാത്രം പറയരുത്. ക്വസ്റ്റ് ഗീവറിന് ഇതിനെ ബ്രിങ് ടു മറ്റേ നമ്മുടെ ക്വസ്റ്റ് ഗീവറിന് കൊടുക്കണ വേണ്ടി. അപ്പം നമുക്ക് അവിടെ കൊണ്ടേ കൊടുത്തിട്ട് വരാം. ലെറ്റ്സ് ഗോ ഗൈസ്. ഞാൻ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് കളിക്കും. ഇപ്പോൾ 12:24. ഹലോ ഗൈസ്, നമ്മൾ അങ്ങനെ 697 ലെവലായിരിക്കുന്നു. സോ നമുക്കിനി 2 ക്വസ്റ്റ്യൻ കൂടെയാണെന്ന് തോന്നുന്നു. ഇതെന്തോ അതേതോ ഒരു എഗ്ഗായിരുന്നു, മറ്റേ ഷോപ്പ് എഗ്ഗാണെന്ന് തോന്നുന്നു. സോ ഞാൻ നേരത്തെ നിർത്തിപ്പോയ സമയം 12 മണിയെങ്ങാണ്ടായിരുന്നു. ഇപ്പോഴത്തെ സമയം 6:46. പിന്നെ എൻ്റെ ഇത്രയും നേരം ഞാൻ ഒരു 5:30 തുടങ്ങിയതാണ് കളിക്കാൻ. 5:30 തുടങ്ങിയതാണ്. എൻ്റെ EXP ഇല്ലായിരുന്നു ഗൈസ്. പിന്നെ 5:30 തുടങ്ങിയിട്ട് 2 വട്ടം ഞാൻ സൈബോർഗിനെ കൊല്ലാൻ നല്ല സമയം എടുക്കണതാണ്. നല്ലോണം സമയം എടുക്കുകയും ചെയ്ത്. ആ സമയത്ത് എന്താണ് ഞാൻ സൈബോർഗിനെ 2 വട്ടം കൊല്ലാൻ കയറിയിട്ടും 2 സെർവറിൽ നിന്ന് ലാസ്റ്റ് സമയമായപ്പോൾ കിക്കടിച്ചു വിട്ട്. ആ സമയത്ത് എന്തോ സംഭവം നടന്ന് ഈ സൈഡിലാട്ട് കാണിച്ചു വെച്ചും ടൈമറൊക്കെ ഉണ്ടായിരുന്നു. എന്നുവെച്ചും ആകാശത്തു നിന്ന് മറ്റേ ടീറക്സ് ട്രാൻസ്ഫോം ആകുമ്പോൾ കുറേ ഇത് വന്ന് വീഴിയല്ലേ, അതേപോലെ മറ്റേ ഉസോത്ത് OP ഫണ്ട് അടിച്ച് വെച്ചാൽ ഒരു എബിലിറ്റി യൂസ് ചെയ്യില്ല, അന്നേരം സ്ക്രീന് മൊത്തം മഞ്ഞ കളറാവില്ലേ, അതേപോലെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ വിചാരിച്ചു അന്നേരം എൻ്റെ സർവർ ഞാൻ ആ ടൈമർ കണ്ട സ്ഥലത്തായിട്ട് ഫ്ലൈറ്റ് എബിലിറ്റി യൂസ് ചെയ്തപ്പം
ഞാൻ എന്നിട്ട് എൻ്റെ ഫ്ലൈറ്റബിലിറ്റി വിട്ട് ഞാനിങ്ങനെ പറന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നിൽക്കാനല്ല, ഒരിടത്തും നിൽക്കാനല്ല. 619 ഗൈസ്. പിന്നെ ഞാനാണ് എൻ്റെ മറ്റേ ലൈറ്റിൻ്റെ സംഭവം പോയി, എന്നിട്ട് ഞാനിങ്ങനെ പോയിക്കോ. അപ്പോഴേ എനിക്ക് മനസ്സിലായി എന്താണ് സർവർ ഇതായിട്ട് എൻ്റെ നെറ്റ് ലോ ആണെന്ന്. അപ്പം തന്നെ എന്നെ അവർ കിക്കടിച്ച്, യു ഹാവ് ബീൻ കിക്ക്ഡ് ഫ്രം ദ എക്സ്പീരിയൻസ് മോഡറേറ്റർ എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിച്ചു. അല്ല, യുവർ നെറ്റ്വർക്ക് ഏതാണ്ടൊക്കെ എഴുതി കാണിച്ച്, ചെക്ക് യുവർ ഇൻ്റർനെറ്റ് കണക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അത് തന്നെ. എന്നിട്ട് ഞാൻ വീണ്ടും ജോയിനായി. എന്നുവെച്ചും ഞാൻ സൈബോർഗിനെ കൊല്ലാനായിട്ട് വന്നപ്പോൾ ഒരു ഗ്യാസ് യൂസർ ഉണ്ടായിരുന്നു. അവൻ്റെ 2 വട്ടം ബൗണ്ടി എടുത്ത് എന്താണ് 2 വട്ടം അവൻ്റെ ബൗണ്ടി കിട്ടി. അല്ലാണ്ട് എനിക്കൊന്നും കിട്ടിയില്ല. കാരണം സൈബോർഗിനെ ലോ ആക്കി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സർവറിൽ ലീവായി. നല്ലായിരുന്നു. ഇപ്പം ഞാൻ ഈ ക്വസ്റ്റ് ചെയ്യേണ്ട ഒരാവശ്യമില്ലായിരുന്നു. ഈ ക്വസ്റ്റിന് മുമ്പത്തെ ക്വസ്റ്റ് ഞാൻ ഇപ്പം തന്നെ സെക്കൻഡ് സി കയറിയിട്ടുണ്ടാവാനെ. 0 സെക്കൻഡ് EXP കയറി. അല്ല, ആവശ്യം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ചാവുന്നങ്ങോട്ട്. എനിക്കൊന്ന് സെക്കൻഡ് സി കയറണം. സെക്കൻഡ് സി കയറുന്നതിന് മുമ്പ് സെക്കൻഡ് സിയിലിട്ടുള്ള ക്വസ്റ്റ് ചെയ്ത് വെച്ച് ഞാൻ സർവറിൽ ലീവായിട്ട് എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്. എൻ്റെ നെയിം മാറ്റണം. നിങ്ങൾ കണ്ടില്ലേ എൻ്റെ തമ്മിലില്ല നെയിം? ആ നെയിം. ലെറ്റ്സ് ഗോ. ക്വസ്റ്റ് ചെയ്തിട്ട് പോവാം നമുക്കിപ്പോൾ തൽക്കാലം. അയ്യോ, പോലെ. ഇപ്പം പോയേനെ. ഇൻസ്റ്റൻ്റ് ഓഫി. നമുക്കില്ല അങ്ങോട്ടാണ് പോകേണ്ടത്. പ്രിസണിൽ മറ്റേ മിലിറ്ററി ഡിറ്റക്റ്റീവ്. മിലിറ്ററി വെള്ളത്തിലായിട്ട് ഡ്രോപ്പ് ചെയ്തേക്കാം. കിട്ടി. ചാവല്ലേ. ഞങ്ങൾക്ക് ഇതൊക്കെ ഷൂട്ട് ബ്രദർ. ഇവിടെ വല്ല പിന്നെ ഞാൻ ഒരു കാര്യം മറന്നു. എൻ്റെ ക്രൂവിൻ്റെ പേരെന്നതായിരുന്നു? പഴയ ക്രൂ. എല്ലാവരും നമുക്ക് ആ പേരും കൂടെ എടുത്തിട്ടിടായിരുന്നു. ഞാൻ ഈ ഇവൻ്റെ ഐസ് അഡ്മിറൽ അവനെ കൊല്ലട്ടെ. എനിക്കും ചെയ്യാൻ പറ്റിയ 2 ഫ്രൂട്ട് ഇരിപ്പുണ്ട്, പക്ഷെ അതൊക്കെ ടോക്ക് ടു ഡിറ്റക്റ്റീവ്. എക്സാക്ട്ലി. ലാഗ് കളി. പിന്നെ നമ്മുടെ ഹോം പോയിന്റ് മിഡിൽ ടൗണിലാണ്. ഇന്നത്തെ വീഡിയോ ബോറിംഗ് ആണെന്ന് തോന്നുന്നു. ബിക്കോസ് ഒരു ഉറക്കം തൂങ്ങിയ മൂഡിലാണ് ഞാൻ സെക്കൻഡ്സിൽ പോണത്. പക്ഷേ അവിടെ കയറുമ്പോഴുള്ളൊരു സുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾ കളിച്ച് തന്നെ കയറണം, എങ്കിലേ മനസ്സിലാവും. ഒരു ഫീലാണ് ഗൈസ്. നിങ്ങൾ വീഡിയോ കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ബൈ. കപ്പൽ മുങ്ങിക്കോട്ടെ. ഇനി ഇവിടെ റോളുള്ളൊരു മണ്ണാങ്കട്ടയില്ല. സെൻപൈ സ്പൈഡർ യൂട്യൂബറൊക്കെ ഇപ്പം ഇവിടെ എത്തിയ ദേവി. അയ്യോ, ഞാൻ പോണ്. എടി, ഇവനേതോ പ്രോയാണ്. അവനെങ്ങനെ അതിൻ്റെ അകത്തുനിന്ന് അനയിക്കഴിഞ്ഞ് എന്നെ കൊല്ലും. ഞങ്ങളുടെ ഈ സെറ്റ് കണ്ട, അവൻ്റെ V4 ഇരിക്കണം, ഷാർക്കിൻ്റെ. അണ്ണാ ക്ഷമിക്ക്. കപ്പൽ മുങ്ങിക്കോട്ടെ. നമുക്ക് ലീവ് അടിക്കണമല്ലേ. ലീവ്. ദേവി, അവൻ്റെ എബിലിറ്റിയുടെ സൗണ്ട് കേട്ട. ഗോഡി ഹ്യൂമിൻ്റെ Z ആണ് യൂസ് ചെയ്തത്. ഈസി ആസ് ദാറ്റ് മനസ്സിലാക്കാം. ലീവ് ആകുന്നു പെട്ടെന്ന്. എൻ്റെ ഡിസ്പ്ലേ നെയിം ഡോക്ടർ മിസ്റ്റീരിയോ ബോസ്. ആ നെയിം റിപ്പ് ബോസ് ഇന്ദിര എന്നാണ്. പക്ഷേ യൂസർ നെയിം എപ്പോഴും ഡോക്ടർ മിസ്റ്റീരിയോ ആയിരിക്കും. അല്ലല്ല, ഇതൊന്നുമല്ല. നല്ല കിണ്ണങ്കാച്ചി പേരുണ്ട്. RIP റെസ്റ്റ് ഇൻ പീസ് _BOSS ഇന്ദിര. ഡിസ്പ്ലേ നെയിം കൺട്രോൾ അൺസ്റ്റോപ്പബിൾ എന്തോന്ന്. സെക്കൻഡ് കയറാം. സെക്കൻഡ് എടാ, ഇവനാണ് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവാത്ത RY. ഈ ജാപ്പനീസ് പേര് എഴുതിയിരിക്കണം. അവൻ മലയാളിയാണ്.
അവനെങ്കിലും കയറിയാൽ നമുക്കൊരു അവേക്കണിങ് കിട്ടുമായിരിക്കും. അല്ല, റെയ്ഡ് കിട്ടും. അവന് അവേക്കണിങ് കിട്ടിയാൽ അവൻ ഫ്ലെയിം യൂസ് ചെയ്ത് വെച്ച് ആരുടെയെങ്കിലും കയ്യിൽ അവേക്കണിങ് മേടിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വരെ വന്ന് ചോദിച്ചു. എന്നിട്ട് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവേക്കണിങ് നടന്ന എന്തോ. അന്നേരം നമ്മൾ 523 ലെവലപ്പ് ചെയ്യുന്ന സമയമാണ്. അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും വരുന്നില്ല, കാരണം ഞാൻ അതൊന്ന് കാണിപ്പിച്ച് ബോറടിപ്പിക്കാൻ നിന്നില്ല. അതുകൊണ്ട് ഈ വീഡിയോ ഇന്ന് തന്നെ വന്ന ഗൈസ് മതി. ഏപ്രിൽ 2 ഈ വീഡിയോ വന്ന അത്ര എനിക്ക് പറയാനുള്ളൂ. എനിക്ക് സെക്കൻഡ് ചെയ്യണ ചിലപ്പോൾ സെക്കൻഡ് അല്ല ഭാഗ്യം മറ്റേ അവിടെ ചെന്നിട്ടും ടേക്ക് മീ ടു സെക്കൻഡ് എന്ന് പറയണം. അന്നേരം അവൻ സർവറിൽ ഷട്ട് ഡൗൺ ബ്രോ, നാളെ പോയിട്ട് പിറ്റേന്ന് വാ എന്നൊക്കെ പറയും. ജംഗിൾ വെയിറ്റ് ദെയർ ഓഫ് ഇതൊക്കെ ചെയ്ത് ഒരാവശ്യമില്ല. ഇപ്പം എന്തായാലും നമ്മൾ അടുത്ത സർവർ ഓപ്പ് എടുത്തു. എന്നിട്ട് ഇതും അടിച്ച് അതവിടെ കൊണ്ടുപോയി നെക്ക് കൊടുക്കുമ്പോൾ ഹെൽത്ത് കുറയുന്നില്ല. അവൻ്റെ PvP ഓഫാണ്. അപ്പോൾ നമ്മൾ നേരെ വിടണം. അന്നേരം ഈ മഞ്ഞത്തലയുള്ള ബിൽഡിങ്ങിൻ്റെ ഇവിടെ വന്ന് നിൽക്കണം. അന്നേരം എക്സ്പീരിയൻസ്ഡ് ക്യാപ്റ്റൻ കാണും. തലയിൽ കൈയും വെച്ചിട്ട് നിൽക്കണം. അവനോട് ടോക്ക് ഐ കാൺ ടേക്ക് യു ടു ദ സെക്കൻഡ് സീ, വുഡ് യു ലൈക്ക് ടു ഗോ? ടേക്ക് മീ ടു സെക്കൻഡ് സീ എന്നും പറഞ്ഞ് യെസ്സി നിൽക്കണം. ബ്രദർ 5 1 6 2 8 ദിവസത്തെ കഷ്ടപ്പാടാണ് നമ്മൾ സെക്കൻഡ് സീൽ കയറുന്നത്. 8 ദിവസം ഷൂട്ട്. ഗ്രാഫിക്സ് ഇത്തിരി കൂട്ടണമല്ലോ. എനിക്ക് ആ സംഭവം ഫുള്ളായിട്ട് കാണണം. ഞാൻ ജോയിൻ അടിച്ച് നല്ല പിന്നെ പൈരറ്റ് റിപ്പ് ബോസ് ഇന്ദിര ഈസ് ബാക്ക് പറ്റില്ല ബിക്കോസ് ദ സർവേഴ്സ് ഡോണ്ട് റണ്ണർ മകനെ ഓടാതടാ. നൂബ് നെവർ റൺ. നൂബ് പ്ലീസ് ഡോണ്ട് റൺ. ഐ എം ഗെറ്റിംഗ് ടു ലാഗ്. അടി ചാക്കേ അവനെൻ്റെ മൂട്ടി വന്ന് കയറി തന്നു. അടി ഡോൺ റണ്ണ് നീ ഡോണ്ട് റണ്ണ്. M1 /പ്ലീസ് ഗോഡാ /പ്ലീസ് ഗോഡ് ഏഞ്ചൽ റേസ്. ഓക്കെ ബ്രോ. എനിവൺ PLS പ്ലീസ് ഗീവ് മീ LIGHTRAID. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.